ഹായ് ഓൾ, മിഡിൽ ക്ലാസ് ഗുഡ് മോർണിംഗ് ടു ഓൾ ദ മിഡിൽ ക്ലാസ് വ്യൂവേഴ്സ് ഔട്ട് ദെയർ. നിങ്ങൾ പകുതി മുക്കാൽ പേര് എങ്ങനെയാണെന്ന് എനിക്കറിയാം. 2005 കണക്ക് പ്രകാരം ഇവിടുത്തെ മിഡിൽ ക്ലാസ് 14% ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 35% ആണ്. ഒരു കോമഡി ഷോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ മിഡിൽ ക്ലാസ് സൂപ്പറാണെന്ന്. പട്ടിണി കിടന്ന് ചാവത്തതുമില്ല, എന്നാൽ ഗതി പിടിക്കത്തതുമില്ല. 2 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റിന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഞാനൊരു റീല് ചെയ്തിരുന്നു. അതിനിപ്പോൾ ഷെയർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇന്നലെ ആളങ്ങ് പോയി. എനിക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഒരാൾ വിശന്ന് മരിക്കാൻ കിടക്കുന്നു. അയാൾ നമ്മൾ ഒരുപാട് ധാന്യങ്ങളും പാചക വിദഗ്ധരും ഒക്കെയുള്ളൊരു വീട്ടിലേക്ക് എത്തിക്കുന്നു. പാചകക്കാരൻ പറയുന്നു, എനിക്കൊരു 10-40 ലക്ഷം തന്നാൽ ഞാൻ ചോറുണ്ടാക്കി കൊടുക്കാമെന്ന്. എന്നിട്ട് അവിടെ കയ്യും കെട്ടി മാറി നിൽക്കുന്നു. അരിമണിയും നോക്കി പ്രതീക്ഷയോടെ കാത്തിരുന്നയാൾ ഒടുവിൽ ഇല്ലാണ്ടാവുന്നു. എല്ലാ എക്യുപ്മെൻസും സൗകര്യങ്ങളും അടക്കം. എന്തിനാ, ലിവർ ട്രാൻസ്പ്ലാന്റിന് മികച്ച 5 രാജ്യങ്ങളിൽ 3ാമത്തേതാണ് നമ്മുടേത്. പക്ഷെ നമുക്ക് ആ വിശന്ന് വലഞ്ഞ ആൾ അരിമണി നോക്കിക്കൊണ്ടിരുന്നത് പോലെ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. തിരിച്ചു തുക സമാഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നും എടുത്തു കൊടുത്തൂടെ? കരവും പിഴയും ചരക്ക് സേവന നികുതിയായും ഒക്കെ കിട്ടുന്ന ശമ്പളത്തിന്റെ 3/4 ഭാഗവും നിങ്ങൾക്ക് തന്നെയല്ലേ അങ്ങോട്ട് തരുന്നത്. എൻ്റെ നികുതി പണം കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതിന് ഞാൻ ഉൾപ്പെടെയുള്ള ആരും എതിര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ റീല് കാണുന്ന പകുതിയിലേറെ പേർക്കും 20,000 രൂപ പോലും മാസം തികച്ച ശമ്പളം ഉണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ 20 വയസ്സ് മുതൽ 50 വയസ്സാവുന്നത് വരെ പണിയെടുത്താൽ അതൊരു 6 ലക്ഷം പോലും വരുന്നില്ല. പിള്ളേരെ പഠിപ്പിക്കലും അവശ്യ സാധനങ്ങൾ വാങ്ങിക്കലും ടാക്സും പിഴയും കരവും ഒക്കെ കഴിച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഞങ്ങളൊരു മേജർ സർജറിക്ക് വേണ്ടി 10-40 ലക്ഷമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്? ആരോഗ്യരംഗത്തേക്ക് മാത്രം 2024-25 ബഡ്ജറ്റ് പ്രകാരം 29.287 കോടി രൂപയാണ് ബഡ്ജറ്റിൽ രാജ്യം മാറ്റിവെച്ചേക്കുന്നത്. ഇതിലെ മറ്റൊരു ഗതികേട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഡിൽ ക്ലാസ്സിന് താഴെ വരുന്ന ആൾക്കാർക്ക് കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട്. ഇതിന് മേലോട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് പ്രിവിലേജസും ഉണ്ട്. ഈ ഇടയിൽ കിടക്കുന്നവന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതായത് നമ്മളെ പിഴിഞ്ഞ് ഈ ഉണ്ടാക്കിയെടുക്കുന്നതെല്ലാം ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. $3.564 ട്രില്യൺ ആസ്തിയുള്ള ആപ്പിളിന്റെ കമ്പനി ഐഫോൺ പോലും EMIയിൽ വിശ്വസിച്ച് തരും. പക്ഷേ നെഗോഷിയേഷനൊക്കെ കഴിഞ്ഞ് അവർ പറഞ്ഞുറപ്പിച്ച തുക കെട്ടിവെക്കാതെ നമ്മുടെ ഇവിടെയുള്ള എത്ര ആശുപത്രികളെ സർജറീസ് നടത്തി തരും? ഒരു ജീവൻ രക്ഷിക്കാൻ ആ ഒരു മേജർ സർജറി മാത്രമായിരിക്കും മുന്നിൽ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സകല സാധനങ്ങളും EMI അടച്ചാൽ മതി എന്നുള്ള ധാരണയിൽ വാങ്ങിക്കൂട്ടുന്ന നമ്മൾ മിഡിൽ ക്ലാസ്സിന് ഒരു ജീവന് ഒരുത്തിനും EMI തരില്ല. എന്തിനാ ഒരുപാട് പറയുന്നത്? പല ഹോസ്പിറ്റൽസും ബില്ല് സെറ്റിൽ ചെയ്യാതെ ബോഡി പോലും വിട്ടുതരാൻ പോകുന്നില്ല. ഡെഫിനിഷൻ പ്രകാരം വർഷത്തിൽ 5 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ഏൺ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരിക്കും മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് പോലും ഈ പറയുന്ന മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഒരു മേജർ സർജറി അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ആരോഗ്യരംഗത്തിൻ്റെ കുതിപ്പൊക്കെ കണ്ട് കൈയടിക്കുമ്പോൾ അടുത്ത തവണ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. അയ്യപ്പനും കോശിയിലും പറയുന്ന ഡയലോഗ് പോലെ നമ്മളിതിലില്ല, കണ്ടുകൊണ്ട് നിന്നാൽ മതി. ഐ തിങ്ക് ദാറ്റ്സ് മോർ ദാൻ ഇനഫ് ടു തിങ്ക് അബൌട്ട് ടുഡേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.